ഹലോ ഡിയേഴ്സ്, അബേലി വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം അപ്പം ഉണ്ടാക്കിയതിൻ്റെ ബാക്കി മാവ് ഇരുന്നത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനത്തെ അപ്പമൊക്കെ ചുട്ടു. അതെടുത്ത് ചായ കുടിച്ചിട്ട് ഞാൻ എന്നും നമ്മുടെ ഓർക്കിഡ് പോയി നോക്കുന്നുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞിടയ്ക്കാണ് ഞാൻ യൂട്യൂബിൽ ഒരു ചേട്ടൻ്റെ വീഡിയോ ഞാൻ കണ്ടത്. ഇങ്ങനെ ഓർക്കിഡ് നല്ല ഭംഗിയായിട്ട് ചെടിച്ചട്ടിയിൽ വളരുന്നത് കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്കൊന്നും കൂടെ സമാധാനമായി കേട്ടോ. അങ്ങനത്തെ വൈകിട്ട് ഞങ്ങൾ പുറത്ത് പോയതാണ് കേട്ടോ. എന്നിട്ട് ചെരുപ്പൊക്കെ വാങ്ങണമായിരുന്നു. നമ്മുടെ അത്താണിയിലുള്ളൊരു കടയാണ് കേട്ടോ. ഇഷ്ടംപോലെ കളക്ഷൻസും ഉണ്ട് കേട്ടോ, നല്ല വിലക്കുറവും ഉണ്ട് കേട്ടോ. അങ്ങനത്തെ ചെരുപ്പൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ കഴിക്കാൻ പോകണം കേട്ടോ. എയർപോർട്ടിൻ്റെ അടുത്തുള്ളൊരു ധാബയിലാണ് കഴിക്കാൻ പോണത്. അപ്പോൾ എന്നും നല്ല പ്രാവശ്യം കുഴിമന്തി, ബിരിയാണി അങ്ങനെയൊക്കെ ഉള്ളതല്ലേ വാങ്ങിച്ച് കഴിക്കാറ്. ഇത്തവണ നോർത്ത് ഇന്ത്യൻ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ധാബയിലോട്ട് പോണത് കേട്ടോ. നൈറ്റ് ടൈം പോകുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ എയർപോർട്ടിൻ്റെ സൈഡൊക്കെ കാണാനായിട്ട്. കുറേ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ നോക്കിയിരുന്ന് ആസ്വദിച്ച് പോട്ടോ. അങ്ങനെ നമ്മൾ ധാബയിലെത്തി ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കേട്ടോ. അബിക്ക് മിക്സഡ് നൂഡിൽസ് മതി എന്ന് പറഞ്ഞു. അപ്പൂസ് ഐസ്ക്രീം കണ്ടപ്പോഴേക്കും ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചു തുടങ്ങി. അപ്പോൾ എനിക്കും ചേട്ടായിക്കും പ്ലെയിൻ റൊട്ടിയും കടായി പനീറുമാണ് ഓർഡർ കൊടുത്തിരിക്കുന്നത്. കടായി പനീർ സ്പൈസി ആയതുകൊണ്ടാണ് കടായി പനീർ വാങ്ങിയത്. മിക്സഡ് നൂഡിൽസും കഴിച്ച് നോക്കട്ടോ, നല്ലതായിരുന്നേ. എനിക്കല്ലെങ്കിലും ഈ നോർത്ത് ഇന്ത്യൻ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൂസ് ഐസ്ക്രീം കഴിച്ച് കഴിഞ്ഞപ്പോൾ അവനും കുറച്ച് നൂഡിൽസ് വാരി കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി. പിന്നെ വീട്ടിൽ വന്നിട്ട് അരി അരയ്ക്കാനുണ്ടായിരുന്നു. ഞാൻ പച്ചരിയും ഉഴുന്നും വെള്ളത്തിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അരയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ദോശയ്ക്ക് വേണ്ടിയിട്ടാണ് അരയ്ക്കുന്നത്. അങ്ങനെ പച്ചരി ഉഴുന്നൊക്കെ അരച്ച് വെച്ചു. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ, ഇത് സൺഡേ രാവിലത്തെയാണ് കേട്ടോ, മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം വെച്ചിരുന്നു കേട്ടോ. എന്നിട്ട് ദോശയൊക്കെ ചുട്ടെടുത്ത് കേട്ടോ. ദോശയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ചേട്ടാ ചിക്കൻ വാങ്ങിക്കൊണ്ട് വന്നു. എന്നിട്ട് ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ചിക്കൻ ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് വെള്ളത്തിൽ ഇട്ടിട്ട് പിന്നെ കഴിക്കാൻ പോയിരുന്നു കേട്ടോ. അപ്പോൾ കഴിപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ മുറിയൊക്കെ ഒന്ന് അടിച്ചു വാരിയേ. പിന്നെ ഞാൻ കഞ്ഞിവെള്ളം 2 ദിവസം കഞ്ഞിവെള്ളം ഞാനിങ്ങനെ പുളിപ്പിച്ച് വെച്ചിരുന്നതാണ് ചെടികൾക്ക് കൊണ്ടൊഴിക്കാനായിട്ട്. എന്നിട്ട് അതിനകത്ത് കുറേ വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ കുറേശ്ശെ എല്ലാ ചെടിക്കും കൊണ്ട് ഒഴിച്ചു കൊടുത്തിട്ടോ. എന്നും ഒഴിച്ചു കൊടുത്താൽ ശരിയാവില്ല കേട്ടോ. അങ്ങനെ എന്നും ഒഴിച്ചു കൊടുത്താൽ ചെടിക്ക് കൊള്ളൂല. അതുകൊണ്ട് ആഴ്ച ഒരിക്കലും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും കേട്ടോ. പിന്നെ ചോറിന് വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ചു. അപ്പോഴേക്ക് അരിയെ കഴുകിയെടുത്തു. എന്നിട്ട് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിരുന്നു. അതൊക്കെ കഴുകിയെടുത്ത് അരി അടപ്പത്ത് ഇട്ടു. എന്നിട്ട് അതവിടെ കിടന്ന് തിളയ്ക്കുന്നുണ്ട്. അപ്പോഴേക്ക് ഞാൻ ചിക്കൻ കഴുകി വാരി കേട്ടോ. എന്നിട്ട് ചോറ് റൈസ് കുക്കറിലാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അടുത്തത് ചിക്കൻ ഉണ്ടാക്കുവാണ് കേട്ടോ. അപ്പോൾ ചിക്കന് വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കി കടുകൊക്കെ പൊട്ടിച്ചു. വറ്റൽമുളകൊക്കെ ഇട്ട് കൊടുത്തു. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പ് ചേർക്കുവാണ് കേട്ടോ. അതിലേക്ക് സവാള കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തു. അപ്പോൾ വേഗം ഒന്ന് വഴണ്ട് കിട്ടും. എന്നിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടി മസാല എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനിടയ്ക്കോട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് കുറുക്കിയെടുത്തതാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ കഴുകി വെച്ചേക്കുന്ന ചിക്കൻ ഇട്ടൊന്ന് പുരട്ടി എടുക്കുവാണേ. അപ്പോൾ ചാറാക്കി എടുക്കുന്നില്ല കേട്ടോ, ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നതാണ് ഇഷ്ടമേ. അപ്പോൾ ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് കേട്ടോ. എൻ്റെ ഒച്ച ഇതുവരെ ശരിക്കും തിരിച്ച് കിട്ടിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് വോയിസ് ഇടുമ്പോൾ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ചിക്കൻ കുറച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ച് കേട്ടോ. പിന്നെ നമ്മൾ കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കേട്ടോ. അപ്പോഴാണ് ഞാൻ ഓർത്തത് ദോശമാവിൻ്റെ ബാക്കി പകർത്തി വെച്ചിട്ടുള്ളത്. പിന്നെ അതും പകർത്തി വെച്ചു. പിന്നെ വെള്ളം തിളപ്പിക്കാനുണ്ടായിരുന്നു. അപ്പം തണുത്ത വെള്ളം ബാക്കി ഇരുന്നത് ഒരു കപ്പിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് ബാക്കി പൈപ്പിൽ നിന്ന് വെള്ളം എടുത്ത് വീണ്ടും തിളപ്പിക്കാൻ വെച്ചു കേട്ടോ. പൈപ്പിൽ വെള്ളം കുടിക്കാൻ നല്ലതാണ്, എങ്കിലും വെള്ളം തിളപ്പിച്ചാണ് കുടിക്കാൻ എടുക്കുന്നത് കേട്ടോ. പിന്നെ ഇന്ന് മോര് കറി ആക്കണ്ടില്ല കേട്ടോ. മോരിങ്ങനെ വെള്ളമോരാക്കി എടുക്കാമെന്ന് വിചാരിച്ചേ. മോര് കറി കൂട്ടി മടുത്ത്. എന്നാൽ പിന്നെ ഇന്നിപ്പം ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതാകുമ്പോൾ കുടിക്കാനൊരു സുഖമുണ്ട്, ചൂട് സമയം കൂടെയല്ലേ. അപ്പോൾ ഞാൻ ഇഞ്ചി ഇടാൻ മറന്നുപോയായിരുന്നേ. പിന്നെ ഞാൻ ഇഞ്ചി ചതച്ചിട്ട് അതിനകത്തേക്കിട്ട് മിക്സ് ചെയ്ത് കേട്ടോ. അപ്പോൾ നമുക്ക് ഉച്ചക്കത്തെ ചോറിന് കറി ഇതൊക്കെയായിരുന്നേ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ.